ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈന മല്ലു സീരീസ് ചാനൽ. പത്തരമാറ്റ് സീരിയലിൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ദേവയാനി ആദർശിനെ നല്ല പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ റൂമിൽ ഒരുമിച്ച് കിടക്കുന്നതിനെ ചൊല്ലി എന്നിട്ട് ഫോൺ നയനയുടെ കൊടുക്കുവാണ്. എന്നിട്ട് അമ്മേ എന്ന് നയനെ വിളിച്ചപ്പോൾ ദേവയാനി പറഞ്ഞു, നിനക്ക് നാണമില്ലേ ഈ സമയത്ത് അവനോടൊപ്പം റൂമിൽ കിടക്കാൻ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പം നയന പറഞ്ഞു, മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുകൊണ്ടാണ്. അപ്പം ദേവയാനി പറയുകയാണ്, ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ മുറി മാറി കിടന്നോളാം എന്ന് നയന പറഞ്ഞു. എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ല ഇതൊക്കെ ചെയ്യേണ്ടത്. ഭക്തിയുള്ള കുട്ടികൾ ആര് പറഞ്ഞാലും ഈ സമയത്ത് ഇങ്ങനെ ചെയ്യില്ല. അതിനിടയ്ക്ക് നമ്മളുടെ ജലജ ജാനകിയോട് പറയുകയാണേ, അവിടെ ഒരുത്തി അവനോടൊപ്പമാണ് കിടക്കുന്നത്, അവളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്നിട്ട് ദേവയാനി വീണ്ടും നയനോട് പറയുകയാണ്, നിൻ്റെയൊക്കെ ഇതുപോലത്തെ പ്രവൃത്തി കൊണ്ടാണ് വീട്ടിലുള്ളവർക്ക് ഓരോരോ ആപത്തുകൾ വരുന്നത്. ആദ്യം അത് മുത്തശ്ശനായിരുന്നു, ഇപ്പം അത് എനിക്കായി. അവളിനി ആരുടെ കഴുത്തറക്കാനാണോ ആവോ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്ന് ആർക്കറിയാം. ഞാൻ ഇപ്പോൾ തന്നെ മാറിക്കിടന്നോളാം അമ്മേ എന്ന് നയന പറഞ്ഞു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് ആദർശിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ കിടക്കുന്നില്ല എന്ന്, എന്നിട്ട് നിങ്ങൾ എന്നെ സമ്മതിച്ചോ അതിന് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ആദർശ് പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പം നയന പറഞ്ഞു, അമ്മ എങ്ങനെയോ ആകട്ടെ, ഈ സമയത്ത് അമ്മയ്ക്ക് പ്രഷർ കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിച്ചതല്ലേ എന്ന് ആദർശ് പറഞ്ഞു. അപ്പം നയന പറഞ്ഞു, അവർ സമ്മതിച്ചാലും നമ്മൾ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പാടില്ലായിരുന്നു. തൊട്ടടുത്ത മുറിയിൽ തന്നെയല്ലേ ഞാൻ കിടക്കുന്നത്, പിന്നെ എന്താ ആദർശേട്ടാ കുഴപ്പം? അപ്പം ആദർശ് പറഞ്ഞു, എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യവും വെറുപ്പും കുറയുന്നില്ലല്ലോ. അപ്പം നയന പറഞ്ഞു, ഞാൻ കാരണമാണ് ഈ വീട്ടിലുള്ളവർക്കൊക്കെ ആപത്ത് വരുന്നതെന്നാണ് അമ്മ പറയുന്നത്. ഇനിയിപ്പം ഞാൻ ഈ റൂമിൽ കിടന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. അപ്പം ആദർശ് പറഞ്ഞു, എന്നാലും നമ്മൾ ഒരു മുറിയിലാണെന്ന് ഇത്രയും പെട്ടെന്ന് ആരായിരിക്കും അമ്മയെ വിളിച്ചറിയിച്ചത്? അഭി തന്നെ ആയിരിക്കും. അപ്പം നയന പറഞ്ഞു, ആരാണെന്നറിയാതെ ഇനിയിപ്പം ആരെയും കുറ്റപ്പെടുത്തണ്ട. ഓക്കെ, നീ പോയി കിടന്നോ എന്ന് ആദർശ് പറഞ്ഞു. അപ്പം നയന പറഞ്ഞു, ഞാൻ പോയി എന്ന് കരുതി ഉറങ്ങാതെ ഒന്നും ഇരിക്കരുത് കേട്ടോ. അപ്പം ആദർശ് പറഞ്ഞു, എനിക്കും നിന്നോട് അത് തന്നെയാണ് പറയാനുള്ളത്. നിനക്കാണ് ഇപ്പോൾ എന്നെക്കാളും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത്. അപ്പം നയന പറഞ്ഞു, എനിക്കെന്ത് സംഭവിച്ചാൽ എന്താ ആദർശേട്ടാ, ഞാൻ പോയാൽ വിഷമിക്കുന്ന ചിലരൊക്കെയുണ്ട്. ഇപ്പം ആ കൂട്ടത്തിൽ ആദർശേട്ടനും ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും അതിനേക്കാളും സന്തോഷിക്കുന്നവരാണ് കൂടുതലും. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് രോഗം മാറാൻ പോണത് അമ്മയ്ക്കായിരിക്കും. അത്രയ്ക്കും എന്നെക്കൊണ്ട് അമ്മയുടെ മനസ്സിലാണ് ഭാരം കൂടുന്നത്. അതുകൊണ്ട് എനിക്ക് ജീവിക്കണമെന്നില്ല. ഇത്രയും കാലം ജീവിച്ചത് തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ആദർശ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഇനി എനിക്ക് നീ ഇല്ലാതെ ഒരു ജീവിതമില്ല. അതുകൊണ്ട് മറ്റാരെക്കാളും കൂടുതൽ നീ എനിക്കൊപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, ആത്മാർത്ഥമായിട്ട് പറയുന്നതാ. അപ്പം നയന പറഞ്ഞു, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ വിളിക്കണം, ഞാൻ ഓടി വന്നോളാം. അപ്പം ആദർശ് പറഞ്ഞു, അതുപോലെ തന്നെ തിരിച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്കൊരു മിസ് കോൾ തന്നാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് എത്തേക്കാം. അപ്പം നയന പറഞ്ഞു, ശരി ആദർശേട്ടാ. എന്നിട്ട് റൂമിൽ നിന്ന് പോയി കേട്ടോ. അപ്പം നമ്മളുടെ ആദർശ് തലയിൽ കൈയും വെച്ച് അങ്ങിരിക്കുകയാണ്. നയന അപ്പുറത്തെ റൂമിൽ വന്ന് പ്രാർത്ഥിച്ച് കിടന്നു കേട്ടോ. എന്നിട്ട് ദേവയാനി പറയുന്ന ആ ഡയലോഗുകളൊക്കെ ആലോചിച്ച് ഭയങ്കര വിഷമത്തിലാണ് കിടക്കുന്നത്. പിന്നെ ആദർശാണെങ്കിൽ റൂമിൽ ഉറക്കമൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടന്നിട്ട് എഴുന്നേറ്റിരുന്നിട്ട് കഴുത്തിലിട്ട മാല പിടിച്ചിട്ട് പ്രാർത്ഥിക്കുവാണ് കേട്ടോ. എൻ്റെ അയ്യപ്പസ്വാമി, എൻ്റെ മുത്തശ്ശൻ്റെ രോഗവും എൻ്റെ അമ്മയുടെ രോഗവും മാറണം. അതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഭാര്യയോടുള്ള ദേഷ്യം മാറണം എന്നുള്ളത്. അതിനുള്ള സാഹചര്യം ഒരുക്കണേ എന്ന് മനസ്സ് നൊന്താണ് കേട്ടോ ആദർശ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ കാണിക്കുന്ന ദേവയാനിയെയാണ് കേട്ടോ. ദേവയാനി വയറുവേദന സഹിക്കാൻ വയ്യാതെ കിടന്ന് പൊളയാണ്. എന്നിട്ട് ജാനകിയെയും ജലജയും ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുകയാണ് കേട്ടോ. ഓടി വന്ന് അടുത്ത് വന്നു കേട്ടോ. എന്നിട്ട് ജലജ നഴ്സിനെ വിളിക്കാൻ പോയി. നല്ല വേദന എടുത്ത് കരയുന്നുണ്ട് ദേവയാനി. അയ്യോ, എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദേവയാനി കരയുന്നത്. അപ്പോൾ തന്നെ നമ്മളുടെ നയനയും ആദർശിനെയും അവർ സങ്കടപ്പെട്ട് ഉറങ്ങാതെ കിടക്കുന്ന സീനും മാറി മാറി കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡോക്ടർ രാത്രി തന്നെ എത്തുകയാണ് കേട്ടോ. അപ്പോൾ ജലജ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഇടത്തേക്ക് ഭയങ്കര സീരിയസ് ആണ്. അപ്പോൾ ഡോക്ടർ നോക്കാം എന്നും പറഞ്ഞ് റൂമിലേക്ക് കയറുവാണേ. അപ്പം മറ്റൊരു ഡോക്ടർ മെയിൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, നല്ല പെയിനായിരുന്നു, ഇപ്പം മയക്കി കിടത്തിയേക്കുകയാണ്, ഇപ്പോൾ ഒന്ന് ഉറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മെയിൻ ഡോക്ടർ ചോദിച്ചു, ബ്ലഡ് എടുത്തില്ലേ? അപ്പോൾ ബ്ലഡ് എടുത്തു, ലാബിൽ കൊടുത്തേക്കുകയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റൂ.
പിന്നെ കാണിക്കുന്നത് അഭിയുടെ ഫോണിലേക്ക് ജലജ വിളിക്കുന്നതാണ് കേട്ടോ. അപ്പം ആ റിങ് കേട്ട് നവ്യ ഉറക്കം എണീറ്റ് എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് ആരാ എന്ന് ചോദിക്കുകയാണ്. അപ്പം അഭി പറഞ്ഞു അമ്മയാ. അവർക്ക് രാത്രി ഒരു പണിയും ഇല്ലേ, ചെവി അടിച്ച് പറിക്കാനായിട്ട് വിളിക്കുകയാണ് എന്ന് പറഞ്ഞു കേട്ടോ. അഭി പറഞ്ഞു ഒന്ന് അടങ്ങി കിടക്ക് നീ. അഭി ഫോണും കൊണ്ട് പുറത്തിറങ്ങി. അപ്പം ജലജ പറയുകയാണ് എടാ ഒരു സന്തോഷ വാർത്ത ഉണ്ടടാ. അപ്പം അഭി പറയുകയാണ് എന്താ അമ്മായി മരിച്ചോന്ന്. അപ്പം ജലജ പറഞ്ഞു മരിച്ചാൽ ഇങ്ങനെ അല്ലല്ലോ എടാ, അവർക്ക് സീരിയസാ, ഇവിടെ കിടന്ന് പൊളയുകയായിരുന്നു, ഇപ്പം ദാ ICUലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അഭി ചോദിച്ചു വീണ്ടും അസുഖം കൂടിയോ? അപ്പം ജലജ പറയണ കൂടി. നീ ഇത് എത്രയും പെട്ടെന്ന് അവിടെയുള്ളവരെ അറിയിക്കണം. ഓരോരുത്തരെ ഓരോന്ന് മൂടി വെക്കുന്നത് പോലെ നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവരുടെയും ഉറക്കം പോട്ടടാ. അപ്പം അഭി പറഞ്ഞു അതമ്മ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഇതുപോലെയുള്ള ഗുഡ് ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ചൂടാറും മുന്നേ തന്നെ ഞാൻ എല്ലാവരെയും അറിയിക്കില്ലേ. ജലജ പറഞ്ഞു എല്ലാവരുമേ നമ്മളെ കാവലേൽപ്പിച്ചിട്ട് അങ്ങ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്, ഏട്ടത്തിയുടെ ഭർത്താവും മോനൊന്നും അങ്ങനെ കിടക്കാൻ പാടില്ലല്ലോ മോനെ. അഭി പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ അമ്മാവനെ വിവരം അറിയിക്കാം. അപ്പം ജലജ പറഞ്ഞു ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അറിയിക്ക്, എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം, ഇവിടെ ആണെങ്കിൽ ഉറക്കവും ശരിയാവുന്നില്ല, ഒരു മുറി കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതത്ര സൗകര്യം പോരാ. അപ്പം അഭി പറഞ്ഞു ശരി അമ്മേ, ഞാൻ ഇപ്പം തന്നെ അമ്മാവനോട് വിവരം പറയാം. അപ്പം ജാനകി അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പം ജാനകി അടുത്ത് ജലജ പറയുകയാണ് ജാനകി ഞാൻ അഭിയെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട് കേട്ടോ, ഇപ്പം ജേട്ടൻ ഇങ്ങോട്ട് ആണല്ലോ. അപ്പം ജാനകി പറഞ്ഞു എന്തിനാ അവരെയൊക്കെ വിളിച്ച് ഈ രാത്രി ബുദ്ധിമുട്ടിച്ചത്? അപ്പം ജലജ പറഞ്ഞു അതെന്ത് പറച്ചില്ല ജാനകി, ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓടാൻ ആണുങ്ങൾ വേണ്ടേ, നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ജാനകി പറഞ്ഞു ഈ സമയത്ത് ആര് വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ വെറുതെ അവരെ ടെൻഷനാക്കാം, അത്ര തന്നെ. അപ്പം ജലജ പറഞ്ഞു അല്ല, അവിടെ നിന്ന് ആരും വന്നില്ലെങ്കിൽ അഭിയെ ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ച് കാര്യം പറഞ്ഞത്. അപ്പം ജാനകി പറഞ്ഞു എന്തിനാ നീ അവനോട് പറഞ്ഞത്? ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തിക്ക് അവിടെ ഭയങ്കര സന്തോഷമായിരിക്കും, അവൻ്റെ ഭാര്യയ്ക്ക്. അത് ശരിയാ എന്ന് ജലജയും പറഞ്ഞു. പിന്നെ കാണിക്കാൻ നമ്മളുടെ അഭി വന്ന് ജയന്റെ റൂമിൽ തട്ടുവാണ് കേട്ടോ, അമ്മാവ എന്നും പറഞ്ഞ്. അപ്പം ജയൻ വന്ന് റൂം തുറന്ന് എന്താടാന്ന് ചോദിച്ചു. അപ്പം അഭി പറഞ്ഞു അത് പിന്നെ അമ്മ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ അമ്മായിക്ക് ഭയങ്കര വയറുവേദനയായിട്ട് ICUലേക്ക് മാറ്റിയെന്നാണ് പറഞ്ഞത്. അപ്പം ജയൻ പറഞ്ഞു എല്ലാം നോർമൽ ആയതായിരുന്നല്ലോ, പിന്നെ എന്താ പറ്റിയത്? ICUലേക്ക് മാറ്റിയെങ്കിൽ കാര്യമായ എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ. അപ്പം അഭി പറഞ്ഞു അങ്ങനെയാ എന്നോട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ വിവരം അറിയിച്ചത്. അല്ല ഏട്ടനോട് വിവരം പറയണ്ടേ? അപ്പം ജയൻ പറഞ്ഞു വേണ്ട, വേറെ ആരെ അറിയിക്കണ്ട, ഞാൻ പൊക്കോളാം. അപ്പം അഭി പറഞ്ഞു അമ്മാവ ഞാൻ കൂടെ വരാം. അപ്പം ജയൻ പറഞ്ഞു വേണ്ട. അപ്പം അഭി പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേ, ഞാൻ ഏട്ടനുമായിട്ട് അങ്ങോട്ട് വന്നേക്കാം. അപ്പം ജയൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതൊരു ഹോസ്പിറ്റലല്ലേ, അങ്ങനെ നീ എല്ലാവരെയും അറിയിച്ച് അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ട. അപ്പോൾ ജയൻ പോയപ്പോൾ തന്നെ അഭി ഫോൺ എടുത്ത് ജലജയെ വിളിച്ചു കേട്ടോ. അപ്പം ജലജ എന്താടാ പറയടാ എന്ന് പറഞ്ഞു. അപ്പം അഭി പറയുകയാണ് ഇവിടെ നിന്ന് എന്തായാലും അമ്മാവ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം ജലജ ചോദിച്ചു നീ ആദർശിനോട് വിവരം പറഞ്ഞില്ലേ? അപ്പം അഭി പറയുകയാണ് ഇല്ല, പറയണ്ടെന്ന് പറഞ്ഞു. ജലജ പറഞ്ഞു എടാ അതിപ്പം മൂടി വെച്ചിട്ട് എന്താ കാര്യം, എപ്പോഴായാലും എല്ലാവരും എല്ലാം അറിയണ്ടേ. അപ്പം അഭി ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട്? ഡോക്ടർമാരെന്തായാലും അകത്തോട്ടും പുറത്തോട്ടുമൊക്കെ പോകുന്നുണ്ട്, നല്ല കൂടുതലാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ എല്ലാവരും അമിതമായ പ്രാർത്ഥനയിലാണ്, എല്ലാം ശരിയാകുമെന്ന് കരുതാം. അപ്പം അഭി പറയുകയാണ് ശരിയാവാതിരിക്കട്ടെ എന്നും പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തു. ജലജ ജാനകിയെടുത്ത് പറഞ്ഞു എന്നാലും അതൊരു വല്ലാത്ത വേദന തന്നെയാണ്, ആ വേദനയെടുത്തുള്ള പൊളച്ചിൽ കണ്ടില്ലേ? ജാനകി പറഞ്ഞു വീട്ടിൽ ഓരോരുത്തർ തെറ്റല്ലേ ചെയ്യുന്നത്, റൂം മാറി കിടക്കണം എന്ന് പറഞ്ഞിട്ട് അവളത് ചെയ്തോ? അതിൻ്റെ ശിക്ഷ കിട്ടുന്നത് ഏട്ടത്തിക്കാ. എന്ന് വെച്ചാൽ ഏട്ടത്തിയല്ലേ മണ്ഡലകാല വ്രതമെടുത്ത് മലയ്ക്ക് പോകണമെന്ന് ആദർശിനോട് പറഞ്ഞത്. അപ്പൊ ജലജ പറയുകയാണേ അവള് വലിയ പതിവ്രതയും പരിശുദ്ധയും ഒക്കെ ആണെന്നല്ലേ പറയുന്നത്, എന്നിട്ടാണോ ഈ തോന്നിവാസം കാണിച്ചത്? നാണം കെട്ടവള്. അപ്പോഴേക്കും നമ്മളുടെ ജയൻ അവിടെ എത്തി കേട്ടോ. എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചു കേട്ടോ ജയൻ. അപ്പം ജലജ പറഞ്ഞു ഒന്നും പറയണ്ട ഏട്ടാ, ഇതുപോലെ ആരും കിടന്ന് പൊളയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ജയൻ ചോദിച്ചു ഡോക്ടർ എന്തേലും പറഞ്ഞോ? ജാനകി പറഞ്ഞു ഏട്ടത്തിയെ നോക്കുന്ന ഡോക്ടർ കുറച്ച് മുന്നേ വന്നത്, എന്തായാലും അവര് ICUലേക്ക് മാറ്റിയിട്ടുണ്ട്, അവര് പുറത്തു വന്നാലേ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റൂ. അപ്പൊ ജയൻ പറഞ്ഞു എല്ലാം നോർമൽ ആയതല്ലേ, അതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. അപ്പൊ ജാനകി പറഞ്ഞു മെഡിസിന്റെ എഫക്റ്റ് തീരുമ്പം നേരത്തെ തന്നെ ഏടത്തേക്ക് വയറുവേദന ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള നഴ്സുമാർ വരെ പേടിച്ചു പോയി, അത്രയ്ക്ക് മരണവെപ്രാളമായിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ പുറത്തിറങ്ങി കേട്ടോ. അപ്പം ജയൻ ചോദിച്ചു ഡോക്ടറെ എന്തായി ഡോക്ടർ? അപ്പം ഡോക്ടർ പറഞ്ഞു പറയാം വാ എന്ന് പറഞ്ഞ് അവരവരുടെ റൂമിലേക്ക് പോയി. ജയനും കൂടെ പോയി. അപ്പം ജലജ ജാനകിയോട് പറഞ്ഞു ഡോക്ടറുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് കൂടുതലാണെന്നാണ് തോന്നുന്നത്.
ഇനി ഏട്ടത്തി ജീവനോടെ ഉണ്ടോ എന്തോ. അപ്പൊ ജാനകി പറഞ്ഞു, അങ്ങനെയൊന്നും പറയാതെ ജലജേ. ഏടത്തി നമ്മുടെ തറവാടിന്റെ നെടുംതൂണാണ്, അതുകൊണ്ട് ഏടത്തിക്ക് ഒരു ആപത്തും വരാൻ പാടില്ല. അപ്പൊ ജലജ മനസ്സിൽ പറയുകയാണേ, ഏത് നെടുംതൂണും എന്നെങ്കിലും കടപുഴകി വീണല്ലേ പറ്റൂ. ഡോക്ടറുടെ മുഖം കണ്ടിട്ട് ഏട്ടത്തിയുടെ കാറ്റ് പോയെന്നാ തോന്നുന്നത്. എന്നെ കാണിക്കുന്ന നമ്മളുടെ ഡോക്ടറേയും ജയനെയാണ് കേട്ടോ. പക്ഷെ ഡോക്ടർ പറഞ്ഞു, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇന്റേണൽ ഓർഗൻസ് ഒക്കെ കത്തിപ്പോകുന്ന തരത്തിലുള്ള മാരകമായ വിഷമാണ് അകത്ത് ചെന്നേക്കുന്നത്. എന്നാൽ കൃത്യസമയത്ത് പേഷ്യന്റിനെ ഇവിടെ എത്തിച്ചതുകൊണ്ട് കാര്യങ്ങൾ കയ്യിലൊതുങ്ങിയെന്ന് വേണം പറയാൻ. അപ്പോഴും ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമെന്ന് സംശയമുണ്ടായിരുന്നു. ജയൻ ചോദിച്ചു, ഇതിപ്പം എന്താ ഡോക്ടറെ പ്രശ്നം? അപ്പൊ ഡോക്ടർ പറഞ്ഞു, ലിവറിനാണ് പ്രശ്നം, സ്കാനിങ് റിപ്പോർട്ട് വരാനുണ്ട്. അപ്പം ജയൻ പറഞ്ഞു, വേദന സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നാണ് കൂടെയുള്ളവർ പറഞ്ഞത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, വേദന കടിച്ചമർത്തുന്ന കൂട്ടത്തിലാണ് ആള്, എന്നാലും ഇവിടെ കാര്യങ്ങൾ കൈവിട്ടു പോയി, എന്നും സംഭവിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു സാറും മോനും പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്നത്. തലനാരി ഇരക്കാണ് രക്ഷപ്പെട്ടത്. സാധാരണ ഇത്തരം കേസുകളിൽ ഒരു റിക്കവറി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേറെ തലവേദന ഒന്നും ഉണ്ടാകാറില്ല. ഇവിടെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. സീനിയർ ഡോക്ടേഴ്സിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, അവരെയും റിസൾട്ട് കാണിക്കണം. എന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ. മിക്കവാറും ഒരു മേജർ സർജറി വേണ്ടി വരും. പേടിക്കാനൊന്നുമില്ല. ആളിനെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ കാര്യങ്ങൾ കുഴഞ്ഞു പോയേനെ. ഇന്നിനി എന്തായാലും ഒബ്സർവേഷനിലായിരിക്കും സാറിന്റെ വൈഫ്. അപ്പൊ ജയൻ പറഞ്ഞു, അമ്മയുടെ രോഗം ഒരുവിധം മാറി എന്നുള്ള ആശ്വാസത്തിലായിരുന്നു എൻ്റെ മോനും മരുമോളും. അവരിപ്പം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ദേവയാനിയെ എവിടേക്ക് കൊണ്ടുപോകാനും ഞങ്ങൾ തയ്യാറാണ്. എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനും ഞങ്ങൾ ഒരുക്കമാണ് ഡോക്ടർ. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീടിന്റെ താളം തെറ്റും. ഡോക്ടർക്ക് അറിയാലോ, അച്ഛന് വയ്യാതായപ്പോൾ തന്നെ ഏതാണ്ട് കുടുംബത്തിന്റെ ബാലൻസ് ഒക്കെ തെറ്റിയതാ. ഇനി ഇതുകൂടി താങ്ങാൻ പറ്റില്ല. പിന്നെ കാണിക്കുന്നത് നമ്മളുടെ നയനയാണ് കേട്ടോ. നയന വീട്ടിന്റെ മുറ്റത്ത് കളം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ആദർശ് അങ്ങോട്ട് വന്നു. അപ്പം നയന ചോദിച്ചു, ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായിട്ട് വന്നോ? അപ്പം ആദർശ് പറഞ്ഞു, അമ്മയെ വാർഡിലേക്ക് മാറ്റിയതാണ് ഒരാശ്വാസം. അപ്പോഴേക്ക് അഭി അങ്ങോട്ട് വന്നു കേട്ടോ. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ, ആരോടും പറയണ്ട എന്ന അമ്മാവൻ പറഞ്ഞത്, അതുകൊണ്ടാണ് രാത്രി ഞാൻ ആദർശേട്ടനെ ശല്യം ചെയ്യാഞ്ഞത്. അപ്പൊ ആദർശ് ടെൻഷൻ അടിച്ച് ചോദിച്ചു, എന്താടാ? അപ്പൊ അഭി പറഞ്ഞു, ഇന്നലെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മായിക്ക് ക്രിട്ടിക്കലായിട്ട് വേദന എടുത്ത് പൊളയുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ICUലേക്ക് മാറ്റിയിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ആദർശ് ചോദിച്ചു. അപ്പൊ അഭി പറഞ്ഞു, ലിവർ സംബന്ധമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ആദർശ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞതാണ്, ഉള്ളിൽ ചെന്ന വിഷം ചിലപ്പോൾ ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുമെന്ന്. ഇതിപ്പോ വല്ലാത്ത വിഷമമായല്ലോ, എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അപ്പൊ നയന പറഞ്ഞു, ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വേഷം മാറി നിൽക്കയല്ലേ ആദർശേട്ടാ, ഞാനും കൂടെ വരാം. അപ്പൊ ആദർശ് പറഞ്ഞു, നിനക്ക് വയ്യാത്തതല്ലേ, നീ ഇവിടെ നിന്നോ. അപ്പൊ നയന പറഞ്ഞു, എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനവും ഉണ്ടാവില്ല. അപ്പൊ അഭി പറഞ്ഞു, അവിടെ എന്തായാലും അമ്മയും ജാനകി അമ്മായും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഏട്ടത്തെയും കൂടെ പോകുന്നത്? നയന പറഞ്ഞു, അത് എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി. പിന്നെ ഇളയമ്മയും അപ്പച്ചിയും ഒക്കെ ആണല്ലോ ഇന്നലെ അവിടെ കൂട്ടിരുന്നത്, ഇന്നവർ ഇങ്ങോട്ടേക്ക് വരട്ടെ. അപ്പൊ ആദർശ് പറഞ്ഞു, എന്നാ പിന്നെ നീ പെട്ടെന്ന് റെഡിയായിട്ട് വാ. അപ്പം നയന പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, എനിക്ക് റെഡിയാവാനൊന്നുമില്ല, ബാ നമുക്കിപ്പോൾ തന്നെ പോകാം. എന്നിട്ട് ആദർശ് അഭിയോട് പറഞ്ഞു, മുത്തശ്ശനും മുത്തശ്ശിയും എണീക്കുമ്പോൾ തന്നെ നീ ഇത് അവരോട് പറയരുത്, അവരെ വെറുതെ വിഷമിപ്പിക്കരുത്. അമ്മയെ വാർഡിലേക്ക് മാറ്റിയെന്ന് അറിഞ്ഞിട്ട് രണ്ടാളും സമാധാനിച്ചിരിക്കുകയാണ്. അപ്പൊ അഭി പറഞ്ഞു, എൻ്റെ വായിൽ നിന്ന് എന്തായാലും ഒന്നും പോകില്ല ആദർശേട്ടാ. അങ്ങനെ അവർ രണ്ടുപേരും കാറിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. എന്നിട്ട് കാറിനടുത്തെത്തിയിട്ട് ആദർശ് നയനയോട് ചോദിക്കുകയാണ്, ഇന്നലെ മുറി മാറി കിടക്കാൻ പറഞ്ഞപ്പോൾ നിനക്ക് നല്ല വിഷമമുണ്ടായല്ലേ? അപ്പം നയന ചോദിക്കുകയാണ്, ഇനി ആ വിഷമം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കാൻ പോവുകയാണോ? അപ്പൊ ആദർശ് പറഞ്ഞു, അല്ല, അമ്മ സത്യങ്ങൾ മനസ്സിലാക്കാതെ നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ നയന പറഞ്ഞു, അങ്ങനെ വേദനിപ്പിക്കുമ്പോഴും അമ്മയുടെ അസുഖം പെട്ടെന്ന് മാറണമെന്നല്ലേ ആദർശേട്ടാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ആദർശ് പറഞ്ഞു, അങ്ങനെ നീ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം, എന്നാലും സത്യങ്ങൾ അറിയാവുന്ന ദൈവങ്ങൾ അമ്മയെ ശിക്ഷിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ കയറിപ്പോയി. അപ്പം അഭി മനസ്സിൽ പറയുകയാണ്, എല്ലാവരും കിടന്ന് നെട്ടോട്ടം ഓടട്ടെ, എന്തായാലും ഒരുത്തിയെ കെട്ടിയതോടുകൂടി എൻ്റെ സമാധാനം പോയി. ഇപ്പം ബാക്കിയുള്ളവരും എൻ്റെ അവസ്ഥയിലേക്ക് വരട്ടെ. എന്നെ കാണിക്കുന്ന ജയനെയാണ് കേട്ടോ. ജയൻ ജാനകിയോടും ജലജയോടും പറഞ്ഞു, വീട്ടിലെത്തിയാലും ദേവയാനിക്ക് കൂടുതലാണെന്ന് അമ്മയോടും അച്ഛനോടും പറയരുത്. അപ്പൊ ജലജ പറഞ്ഞു, അമ്മയോടും അച്ഛനോടും അല്ല പറയാതിരിക്കേണ്ടത്, അവൾമാരോടാണ് പറയാതിരിക്കേണ്ടത്, ചേട്ടൻ്റെ മരുമോളോടും അവളുടെ ചേച്ചിയോടും. അങ്ങനെ പറഞ്ഞാൽ അവൾമാർ സന്തോഷിക്കും. അപ്പം ജയൻ ദേഷ്യം വന്നിട്ട് പറയുകയാണെ, ഒന്ന് നിർത്തും. ഹോസ്പിറ്റലിൽ ഒരാളെ അഡ്മിറ്റ് ചെയ്തിരിക്കുമ്പോഴും പറയുന്നതൊക്കെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇവിടെ മരുമോള് വന്നു കഴിഞ്ഞാൽ പരിസരം പോലും നോക്കാതെയാണ് ഓരോന്ന് പറയുന്നത്. അതിന് ഡോക്ടറും സാക്ഷിയായിട്ടുണ്ട്.
ജാനകി ചാടി എണീറ്റിട്ട് പറഞ്ഞു, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ലേ ഏട്ടാ, അത് നന്ദു അനിയെ കാണാൻ വേണ്ടി ഓടിയെത്തി മോളില്ലാത്ത സമയത്ത്. അപ്പം ജയൻ പറഞ്ഞു, അത് നന്ദു അനിയെ കാണാനല്ല വന്നത്, ദേവയാനിയെ കാണാനാണ് വന്നത്. അപ്പം ജലജ പറഞ്ഞു, എന്തായാലും ശരി, അനി ഉള്ളപ്പോൾ അവൾ വരുന്നത് ശരിയല്ല. ഇപ്പോഴും അനിയുടെ മനസ്സിൽ ആ പെണ്ണാണെന്നാണ് അനാമിക മോള് പറയുന്നത്. ജയൻ പറഞ്ഞു, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അത് നിന്റെ മരുമോളുടെ കഴിവുകേടാണ്. അനിയെ സ്വാധീനിക്കാനും അവന്റെ മനസ്സിൽ ഇടം പിടിക്കാനും നിന്റെ മരുമകൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് അവളെയാണ് കുറ്റപ്പെടുത്തേണ്ടത്, അല്ലാതെ നന്ദുവിനെ അല്ല. ജാനകി പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജലജെ, ഇവരെല്ലാവരും നയനെയും അവളുടെ അനിയത്തിയും ചേട്ടത്തിയെയും ഒക്കെ ന്യായീകരിക്കത്തേ ഉള്ളൂ. ജയൻ പറഞ്ഞു, ന്യായീകരിക്കുന്നത് ന്യായം പറയുന്നവരെയാണ്, സത്യസന്ധമായിട്ട് സംസാരിക്കുന്നവരെയാണ്. നീയും അങ്ങനെയായിരുന്നു ഒരു സമയം വരെ. പക്ഷെ നിന്റെ മരുമോൾ വന്നതിന് ശേഷം നിന്റെ സ്വഭാവവും മാറി. അപ്പൊ ജാനകി പറഞ്ഞു, മാറിയതല്ല, മാറ്റിയതാണ്. ഞാൻ ഒരുപാട് സ്നേഹിച്ചവൾ, ഏട്ടന്റെ മരുമോൾ. അപ്പോഴേക്കും നമ്മളുടെ ആദർശം നയനെ അങ്ങോട്ടേക്ക് എത്തി കേട്ടോ. അപ്പം ജലജ പറയുകയാണ്, ഓ വരുന്നുണ്ട്, വരാൻ പാടില്ലാത്തവരൊക്കെ. അപ്പോഴേക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. അപ്പം നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പത്രമാറ്റ് സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.